ചൈനയിൽ പോയി വന്ന ഒരാളോട് നിങ്ങൾ ചോദിക്കുക എന്ത് ഉണ്ടായി അല്ലെങ്കിൽ എന്ത് പഠിച്ചു നിങ്ങൾ എങ്ങനെയുണ്ട് ചൈന എന്ന് ചോദിക്കുക. എന്നിട്ട് പറ ചൈനയ്ക്ക് പോണോ പോണ്ടേന്ന്. കാരണം പല ആളുകളും എൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്. ഇയാൾ ഈ ചൈനനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണേ, ചൈനനെ മാത്രം എന്താ ഇന്ത്യയിൽ ഇതൊന്നും ഇല്ലേ, ഇന്ത്യക്കാർക്കൊന്നും കഴിയില്ലേ, ഇന്ത്യയിൽ എന്താ ബിസിനസ് നടക്കില്ലേ, ഇത് ചൈനയിൽ തന്നെ പോകണോ, ചൈന പ്രോഡക്റ്റ് തന്നെ വിൽക്കണോ എന്ന്. അവരോട് എനിക്ക് ഒറ്റ വാക്കാണ് പറയുള്ളത്. ഇന്ന് ഇന്ത്യ എങ്ങനെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് വന്നുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളെ കൊണ്ടാ GCC രാജ്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഇടപെടൽ തന്നെയാണ്, ചൈന ടെക്നോളജി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരാളും ഒന്ന് ചൈനയിൽ പോയി വന്നാൽ ആകെ ഒന്ന് മാറും എന്ന് മാത്രമല്ല, ഒരിക്കൽ ചൈനയിൽ പോയി വന്നാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ അപ്പം അത് പൊളിച്ചു മാറ്റി വേറെ ഒരു രൂപത്തിലാക്കും. വീണ്ടും പോയി വന്നാൽ വീണ്ടും നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വന്നാൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വളർത്താൻ, നിങ്ങളുടെ ബിസിനസ് വളർത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ പോകാം നമുക്ക് ചൈനയിലേക്ക്. ഒരു സിംഗിൾ വ്യക്തി ഒരു വീടുണ്ടാക്കുമ്പോൾ ഒന്ന് ചൈനയിൽ പോയി വന്നാൽ ആ വീട്ടിലേക്കുള്ള മുഴുവൻ സാധനങ്ങളും ചൈനയിൽ നമുക്ക് കൊണ്ടുവരാം, ഇവിടെ അസംബിൾ ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടും ഒരു കുടുംബമായിട്ടും നമുക്ക് ചൈനയിൽ പോകാം. എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ചൈനയിൽ പോയി വന്നാൽ ആ കാശ് എന്തായാലും നമുക്ക് മുതലാകും. ബിസിനസ്സാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ചൈനയിൽ പോയി ഒരു ബിസിനസ് പഠിക്കാൻ നമുക്ക് പോകാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ഒന്ന് ചൈനയിൽ പോയാൽ ഒരു 3 കൊല്ലത്തെ ഡിഗ്രിക്ക് തുല്യമാണ് ഒരു 7 ദിവസത്തെ ചൈന യാത്ര. അടുത്ത ചൈന യാത്രക്ക് തയ്യാറുണ്ടോ? കാൻബറയിലേക്ക് പോകാം നമുക്ക്. അടുത്ത കാൻബറയിൽ അടിപൊളിയായിട്ട് ഒരു ബിസിനസ് ട്രിപ്പ്. താഴത്തെ നമ്പറിൽ വിളിച്ചോളേ.